അപ്പൊ നോക്കാം. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? സമ്മ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം ഈ സീരീസ് മാറ്റിയത് എന്താക്കാം? സീക്വൻസ്. അപ്പൊ പറഞ്ഞാട്ടെ 1/101 3/101 5/101 എക്സെട്രാ 201/101. ഇവിടെ വരെ എന്തിനു കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഇവിടെ നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ 1/101. ഓക്കെ. പിന്നെ കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 3/101 മൈനസ് 1/101. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം സാർ ഇതെന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നേ? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതി ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. 3 - 1. 3 - 1 എത്ര? 2/101. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഒരാളെ കൂടെ എഴുതാം. അതാരാ? ലാസ്റ്റ് ടൈം. അപ്പൊ ലാസ്റ്റ് ടൈം ഈക്വൽ xn ഈക്വൽ 201 ഡിവൈഡഡ് ബൈ ഇത്രയും എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിക്കേ. നിങ്ങൾ എഴുതിക്കൊണ്ട് വന്നതിലെ ഇത്രയും എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിക്കേ. ആണോ? അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? നമ്പർ ഓഫ് ടേംസ്. പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ n ഈക്വൽ xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. എത്രയാണ് xn? 201 ഡിവൈഡഡ് ബൈ 101 മൈനസ് x1 1/101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര? 2/101. ഇത്രയും ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനോട് കൂടി പ്ലസ് 1. ഇനി ഈ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഡിനോമിനേറ്റർ സെയിം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുന്നു. 201 മൈനസ് 1 അല്ലേ? ആണോ? ബൈ താഴെ 2/101 പ്ലസ് 1. ഇവിടെ വെച്ച് 2 പേര് ക്യാൻസൽ ആയി പോകും. ആരാ 2 പേര് ക്യാൻസൽ ആയി പോകുന്നു? 101 രണ്ടിടത്ത് വെച്ച് ക്യാൻസൽ ആയി പോകും. അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവര് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ക്യാൻസലേഷൻ ചെയ്യുക. 201 നിന്ന് 1 കുറച്ചാൽ 201 നിന്ന് 1 കുറച്ചാൽ 200. 200/101. ഈ വരയുടെ അർത്ഥം ഡിവൈഡഡ് ബൈ എന്നല്ലേ? അപ്പൊ 2/101. അപ്പൊ 200/101. ഇത് തിരിച്ചിട്ട് ഗുണിക്കുന്നു. 101/2. ഇതാണ്ടേ 101 വെട്ടിപ്പോയി. 200നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 100. അപ്പൊ എത്ര കിട്ടും ആൻസർ? എത്ര കിട്ടും? 100. അപ്പൊ ഇവര് മൊത്തം എത്ര ടൈം ഉണ്ട്? 100 ടൈം ഉണ്ട്. എത്ര ടൈം ഉണ്ട് മൊത്തം? എഴുതിയിരിക്കുന്നത് ശരിയാണോ നോക്കി. സോറി, പ്ലസ് ഇത്രയും ചെയ്യുന്നതിന്റെ കൂടി ഇനി എന്തോടെ വരാനുണ്ട്? പ്ലസ് 1. അപ്പൊ ഇതേ പ്ലസ് 1. അപ്പൊ 100 + 1 ഈക്വൽ 101. അപ്പൊ ഇത് മൊത്തം എത്ര ടൈം ഉണ്ട്? 101 ടൈം. എഴുതിയിരിക്കുന്നത് ശരിയാണോ നോക്കിക്ക്. സം ഈക്വൽ Sn equal Sn equal n/2 into x1 plus xn. അതെന്താ ഈ ഫോർമുല എടുക്കാൻ കാരണം? ഫസ്റ്റ് ടേമും ഉണ്ട് ലാസ്റ്റ് ടേമും. അപ്പോ എന്നിന്റെ വില എത്ര പേരുണ്ടെന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 101 പേര്. എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ചത്? അപ്പൊ 101 സമം
101/2 ഇൻറ്റു x1 എഴുതാത്ത എന്നോട് എഴുതിക്കോണം. x1 1/101 പ്ലസ് xn 201/101. ഓക്കെ, ഈ 101നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഹരിക്കാൻ പറ്റുമോ? പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റും. 100ന്റെ പകുതി 50ഉം 1ന്റെ പകുതി 0.5. അപ്പൊ 50.5 എന്നൊക്കെ വരും. അത് എഴുതണ്ട, അല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം. എങ്ങനെ 101/2 എന്ന് തന്നെ എഴുതാം. 101/2 ഇൻറ്റു ഇതിനകത്ത് പറഞ്ഞാട്ടെ, 2ന്റെ ഡിനോമിനേറ്റർ ഒരേ നമ്പർ തന്നെ അല്ലേ? അപ്പൊ ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുന്നു. 1 പ്ലസ് 201. അപ്പോൾ 101/2 ഇൻറ്റു 1ഉം 201 കൂട്ടിയാൽ 202/101. ആര് വെട്ടിപ്പോവാൻ രണ്ടിടത്തോന്നു? 101ഉം 101 വെട്ടിപ്പോയി. 202ഉം 2ഉം കൂടെ വെട്ടാം. എത്ര കിട്ടും? 100. അപ്പൊ എത്ര ആൻസറ്? എത്രയാണ് ആൻസറ്? 101. ഓൾ സ്റ്റാൻഡപ്പ്. എഴുതി കഴിഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നതോ? ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്? 11, 22, 33 എക്സെട്ര. അപ്പൊ ഇല്ലാട്ടെ ആൻസർ നമ്മൾ കണ്ടെടുത്ത ആൻസർ 11, 22, 33 എക്സെട്ര. അപ്പോ ഇവിടെ നിന്ന് ഈ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതുക. ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേമിനെ സൂചിപ്പിക്കുന്ന അക്ഷരം F എന്നോ X1 എന്നോ A എന്നോ A1 എന്തായാലും കുഴപ്പമില്ല. ഈക്വൽ 11. അടുത്തത് കോമൺ ഡിഫറൻസ് ഈക്വൽ D ഈക്വൽ 22 മൈനസ് 11 ഈക്വൽ 11. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്താണ് മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 പേരുടെ എന്ത് കണ്ടുപിടിക്കാനാണ്? സം. അപ്പോൾ ആ 25 എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ലാസ്റ്റ് ടൈമിനെയോ? നമ്പർ ഓഫ് ടൈംസിന്. എന്തിനാണ്? അപ്പൊ എഴുതുക നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ n ഈക്വൽ ശ്രദ്ധിക്കാം. ചിലപ്പോ ഒരു പക്ഷെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോ ചിലപ്പോ സാറന്മാര് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ചിലപ്പോ കണ്ടുപിടിപ്പിക്കും. എന്നിട്ട് നമ്മുടെ Sn ഈക്വൽ n/2 ഇൻറ്റു x1 പ്ലസ് xn-നകത്ത് വില കൊടുത്ത് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ അല്ലാതെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലയോ? ലാസ്റ്റ് ടേം ഇല്ലെങ്കിൽ സമ്മ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല. എന്തോ ഫോർമുല? എഴുതുക. Sn ഈക്വൽ സം ഈക്വൽ Sn ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു -1 ഇൻറ്റു d. വില കൊടുക്കാം. യെസ്. എന്നെത്ര? 25 സമം 25/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില ഏന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എത്ര? 11 പ്ലസ് n-1 25 - 1 ഇൻറ്റു ഡിയുടെ വില ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു 11
2 into 11 22 പ്ലസ് 25 ഒന്ന് കുറച്ചാൽ 24 ഇൻറ്റു 11 ഈക്വൽ 25/2 ഇൻറ്റു 22 പ്ലസ് 24 ഇൻറ്റു 11 കുറിച്ച് പറഞ്ഞാട്ടെ. 24 ഇൻറ്റു 11 കുറിച്ച് പറഞ്ഞാട്ടെ. 264 ഈക്വൽ 25/2 ഇൻറ്റു കൂട്ടുന്നു 4ഉം 2ഉം 6 6ഉം 2ഉം 8 2 280 ഈ 286 രണ്ടൂടെ വെട്ടാൻ പറ്റുമോ? ഈ 286 ഈ രണ്ടൂടെ വെട്ടാൻ പറ്റുമോ? വെട്ടുക മീൻസ് ഹരിക്കാൻ പറ്റുമോ? പറ്റും. പറഞ്ഞാട്ടെ. 2 1 2 2 4 8 2 3 6 അപ്പൊ എത്ര കിട്ടും? 25 ഇൻറ്റു 143 143 ആണോ? ആണോ? ഇത് ഗുണിച്ചിട്ട് പറഞ്ഞാട്ട് ഉത്തരം 143 25 ഗുണിച്ചിട്ട് ഉത്തരം പറയുക. റെഡി? 25 ഇൻറ്റു 143 എത്ര കിട്ടി? 3575 3575. ഇതാണോ ഉത്തരം? ഇതാണോ ഉത്തരം? ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്? 12 23 34 എക്സെട്ര 12 23 34 എക്സെട്ര. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞോണ്ട് അതേ സീക്വൻസ് അങ്ങോട്ട് എടുത്തെഴുതുന്നു. 12 23 34 എക്സെട്ര. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് എഴുതാം? ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ അല്ലെങ്കിൽ എ ഈക്വൽ അല്ലെങ്കിൽ x1 ഈക്വൽ അല്ലെങ്കിൽ എ ഈക്വൽ 12 ആണോ? കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 23 മൈനസ് 12 ഈക്വൽ 11. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെയും എത്ര പേരുടെ സമ്മാണ്, എത്ര പേരുടെ തുകയാ വേണ്ടത്? 25. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ പദങ്ങളുടെ എണ്ണം സമം n ഈക്വൽ 25 25. അപ്പൊ സം ഈക്വൽ Sn ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എടുക്കും. എന്തുകൊണ്ട് ഈ ഇക്വേഷൻ എടുത്തു? ലാസ്റ്റ് ടേം അറിയത്തില്ല. ലാസ്റ്റ് ടേം ചിലപ്പോ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കും നിങ്ങളെ കൊണ്ട്? ഈ സീക്വൻസിന്റെ 25ാമത്തെ ടേം ആദ്യം എന്ത് ചെയ്യും? കണ്ടുപിടിപ്പിക്കും. അപ്പോഴും ഇതേ ആൻസർ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. പറഞ്ഞാട്ടെ. S25 ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു ഏടെ വില 12 പ്ലസ് n-1 25 മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 11 ഈക്വൽ 25/2 ഇൻറ്റു 2 ഗുണം 12. ബുക്ക് തുറന്ന് അടി മേടിക്കേണ്ടതെന്ന്. 2 ഗുണം 12 24 പ്ലസ് 25 1 കുറച്ചാൽ 24 ഇൻറ്റു 11 ഈക്വൽ 25/2 ഇൻറ്റു 24 പ്ലസ് 24 ഇൻറ്റു 11 264 ആണോ? അപ്പോ 25/2 ഇൻറ്റു ഇത് രണ്ടുകൂടെ കൂട്ടുന്നു. 4 4 8 6 2 8 2 288.
ആ 288 രണ്ടും കൂടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലയോ? പറഞ്ഞാട്ടെ. 2 1 2 2 4 8 2 4 8. അപ്പൊ 25 ഗുണം 140. ഇത് ഗുണിച്ചപ്പോൾ എന്താ കിട്ടിയ ഉത്തരം? 3600. ഇങ്ങനെ ഉത്തരം കിട്ടിയവർ എഴുന്നേറ്റ് വന്ന്. ഇങ്ങനെ ഉത്തരം കിട്ടിയവർ എഴുന്നേറ്റ് വന്ന് ഇരിക്കാം. അല്ലാത്തവർ വേഗം എഴുതിയെടുക്കാം. അല്ലാത്തവർ അരിത്തമെറ്റിക് സീക്വൻസ് എന്തായിരുന്നു? മൂന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് 21 32 43 എക്സെട്ര. അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അങ്ങോട്ട് എടുത്തെഴുതി. ഏതൊക്കെയാ? 21 32 43 എക്സെട്ര. അപ്പൊ റോഷൻ നമുക്ക് ഇവിടെ എന്തൊക്കെ വിവരങ്ങൾ എഴുതാം? ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 21. അടുത്തേ കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 32 മൈനസ് 21. 1 1 2 2 1 3. എത്രയാണ്? 11. ഇവിടെയും നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം എത്ര തന്നെ? 25. അപ്പൊ സം ഈക്വൽ എസ് എൻ ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ S25 ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില 21 പ്ലസ് n മൈനസ് 1 25 മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു 21 42 പ്ലസ് 25 1 കുറച്ചാൽ 24 ഇൻറ്റു 11 ഈക്വൽ 25/2 ഇൻറ്റു 42 പ്ലസ് 24 ഇൻറ്റു 11 264 264 ഈക്വൽ 25/2 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 4 2 6 6 4 10 0 2 1 3 306. ആണോ? ആ 306 രണ്ടും കൂടെ വെട്ടാൻ പറ്റത്തില്ലേ? എത്ര കിട്ടും? 2 1 2 ശിഷ്ടം 1 ഇപ്പുറത്തോട്ട് ചേർത്ത് വായിച്ചാൽ 10 2 5 10 2 3 6 150. അപ്പൊ 25 ഇൻറ്റു 153. ഉത്തരം 3825. ഇതാണോ ആൻസർ കിട്ടിയത്? ഇങ്ങനെ ആൻസർ കിട്ടിയത് എഴുന്നേറ്റ് തന്നെ. ഓക്കെ, ഇരിക്കാം. ആൻസർ കിട്ടാത്തൊരു വേഗം എഴുതിക്കേ. അരിത്തമെറ്റിക് സീക്വൻസ് ഏതാ പറഞ്ഞാട്ടെ? 19 28 37 എക്സെട്ര. 19 28 37 എക്സെട്ര. അപ്പൊ നമ്മൾ ആൻസറിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് എടുത്തെഴുതുന്നു. 19 28 37 എക്സെട്ര. ഇവിടുന്ന് എന്തൊക്കെ വിവരങ്ങൾ എഴുതാം? ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 19. അടുത്തത് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 28 മൈനസ് 19 ഈക്വൽ 9. ഇവിടെയും എത്ര പേരുടെ സമ്മ ചോദിച്ചേക്കുന്നത്? 25. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ പദങ്ങളുടെ എണ്ണം സമം n ഈക്വൽ 25. അപ്പൊ സം ഈക്വൽ എസ് എൻ ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ S25 ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില 19 പ്ലസ് n മൈനസ് 1 25 മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 9 ഈക്വൽ 25/2 ഇൻറ്റു 2 ഇൻറ്റു 19 2 ഗുണം 19 38 പ്ലസ് 25 മൈനസ് 1 24 24 ഇൻറ്റു
ഈക്വൽ 25/2 ഇൻറ്റു 38 പ്ലസ് 24 ഗുണ 9 എത്ര 124 ഗുണ 9 216 216 ആണോ ഈക്വൽ 25/2 ഇൻറ്റു ഇത് ആഡ് ചെയ്യുന്നു 6ഉം 8ഉം 14 4 ശിഷ്ട 1 3 1 4 1 5 2 എത്ര കിട്ടും 254 ഇതിലാരെങ്കിലും വെട്ടി എഴുതാൻ പറ്റുമോ പറ്റും 254 രണ്ടും കൂടെ വെട്ടാം 2 1 2 2 2 4 ശിഷ്ട 1 14 2 7 14 ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തവര് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോണം 25 ഇൻറ്റു 127 എത്രയുടെ ആൻസർ 3175 3175 ഇങ്ങനെ ഉത്തരം കിട്ടുമെന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഉത്തരം കിട്ടിയവർ ഇരിക്കാം ബാക്കിയുള്ളൊരു വേഗം എഴുതിക്കേ